الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وهدى ورحمة وسدادا يا رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدنا علما. الحمد لله, അല്ലാഹു തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാ റമളാനിന്റെ 10 ദിനങ്ങൾ നമ്മളിൽ നിന്ന് കടന്നുപോയല്ലേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കഴിഞ്ഞ ഓരോ നിമിഷങ്ങളും എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ പറ്റി എന്നുള്ളത് നാം ഓരോരുത്തരും നമ്മളോട് തന്നെ സ്വയം ചോദിക്കേണ്ടതാണ്. അതിനുള്ള ഉത്തരം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതാണ്. ഇനി നമുക്ക് വേണ്ട പോലെ ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ ഇനിയുള്ള 20 അല്ലെങ്കിൽ 19 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. താഴെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, നമ്മൾ കഴിഞ്ഞ 10 ദിവസങ്ങളായിട്ട് 10 ദുആകൾ പഠിച്ചു, അല്ലെങ്കിൽ കേട്ടു, മനസ്സിലാക്കി എന്നൊക്കെ നമുക്ക് പറയാം. അൽഹംദുലില്ലാ, ഓരോ പഠിക്കുന്നതായ കേൾക്കുന്നതായ ഓരോ കാര്യങ്ങളും അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ, അഥവാ ഒരു ഇൽമ് അത് നാഫിയായ ഇൽമാവണമെങ്കിൽ അതിന് തുടർന്ന് അമലും മുതഖബ്ബൽ, അഥവാ സ്വീകാര്യമായ ഒരു അമല് കൂടെ ഉണ്ടാകുമ്പോഴാണ് അത് ഉണ്ടാവുന്നത്, അത് നാഫിയായ ഇൽമാവുന്നത്. അതുകൊണ്ട് തന്നെയും എന്തൊരു ഇൽമ് നമുക്ക് കിട്ടിയോ അത് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അതായത് നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് പുതിയതായിട്ടൊന്നും പഠിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാ നമുക്ക് അറിയാവുന്ന ദുആ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ ചൊല്ലുന്നത് തന്നെയാണ്, പ്രാർത്ഥിക്കുന്നത് തന്നെയാണ്. പക്ഷെ പലപ്പോഴും നമ്മളത് പ്രാർത്ഥിക്കുമ്പോൾ അതങ്ങനെ ഒരു ഫ്ലോയില്, അല്ലെങ്കിൽ അതൊരു നോർമലൈസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ശീലമായി അങ്ങനെ മുന്നോട്ട് പോകുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ പെട്ടതുപോലെ പലപ്പോഴും തോന്നാറുണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ അതിൽ നിന്നും ഒന്ന് വ്യത്യസ്തമായി ഒന്നുകൂടെ ആ ഭാഗത്തെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ റബ്ബിനോട് ചോദിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. താഴെ നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹിസ്സലാമും ഒരുമിച്ചിരിക്കായിരുന്നു. ആ സമയത്ത് ആകാശത്തു നിന്നൊരു ശബ്ദം കേട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല ഉയർത്തി എന്താണതെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ഇത് ആകാശത്തു നിന്നുള്ളൊരു വാതിലാണ്. ഇന്നേ ദിവസം അല്ലാതെ മറ്റൊരു ദിവസവും അതെന്തായിട്ടില്ല, തുറക്കപ്പെട്ടിട്ടില്ല. അഥവാ ആദ്യമായിട്ടാണ് ആ വാതിൽ എന്താക്കുന്നത്, തുറക്കുന്നത്. അങ്ങനെ ആ വാതിൽ നിന്നൊരു മലക്ക് വരാണ്. എന്നിട്ട് പറയാണെന്ത്, ഈ മലക്ക് ആദ്യമായിട്ടാണ് എന്ത് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. ഇതിനു മുമ്പ് ഈ ഒരു മലക്ക് ഇറങ്ങിയിട്ടില്ല. അഥവാ അത്രയും സ്പെഷ്യലാണ്. ആകാശത്ത് ആദ്യമായി തുറക്കപ്പെടുന്ന ഒരു വാതിലാണ്, അതിൽ നിന്നും ആദ്യമായി പുറത്തേക്ക് വരുന്ന ഒരു മലക്കാണ്. അങ്ങനെ ആ മലക്ക് വന്നിട്ട് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കാണ്. അബ്ശിർ ബിനൂറൈൻ, 2 സന്തോഷത്തെ അറിയിക്കാണ്. 2 പ്രകാശം കൊണ്ട് നീ സന്തോഷിച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. അഥവാ എന്നിട്ട് അതിനെ കുറിച്ച് പറയാനെന്ത്, ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നേ മറ്റൊരാൾക്കും നൽകിയിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ട് നൽകിയിട്ടുള്ള 2 പ്രകാശങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ കുറിച്ച് പറയുന്നതാണ് ഫാത്തിഹത്തുൽ കിതാബ് വഖവാതിമു സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ അഥവാ സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ. എന്നിട്ട് അതിന്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞ എന്താ, ലൻ തഖറഅ ബിഹർഫിൻ മിൻഹാ ഇല്ലാ അഅതീതഹു, അല്ലെങ്കിൽ അഅതിയതുഹു.
സുബ്ഹാനല്ലാഹ്. അഥവാ അതിലുള്ള ഓരോ ഹർഫിനും എന്തുണ്ടെന്നാ പറയുന്നത്, അതിന് ഉത്തരമുണ്ട്, ജവാബുണ്ട്, അല്ലെങ്കിൽ അതിന് മറുപടി ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ, നമ്മൾ നിസ്കാരത്തിൽ ഓതുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ, നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അല്ലാഹു തആല പറയും ഹമിദനി അബ്ദി, റഹ്മാനിർ റഹീം എന്ന് പറയുന്നു, റബ്ബ് മറുപടി പറയുമെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ, അതിലുള്ള നമ്മുടെ ഓരോ ദുആഇനും അല്ലാഹു തആല ഞാനത് കേട്ടു, എന്ന് അല്ലാഹു തആല ഉത്തരം നൽകുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത്രയും പ്രത്യേകതയുള്ള, അഥവാ ആകാശത്ത് ഇതുവരെ തുറക്കപ്പെടാത്ത ഒരു വാതിൽ തുറക്കുകയും എന്നിട്ട് അതിൽ ഇതുവരെയും ഭൂമിയിലേക്ക് വരാത്ത ഒരു മലക്ക് വരികയും ചെയ്തുകൊണ്ട് ഇറക്കിയ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ഇതിനു മുന്നേ മറ്റൊരാൾക്കും നൽകാതെ കൊടുത്തൊരു പ്രകാശമാണ്, അല്ലെങ്കിൽ ഒരു നൂറാണ് എന്ത് സൂറത്തുൽ ഫാത്തിഹയും അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ. ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ അറിയാം ആ 2 ആയത്തുകൾ, ആമന റസൂൽ എന്ന് തുടങ്ങുന്ന ആയത്ത് മുതൽ രണ്ടാമത്തെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ എന്നുള്ള ആയത്ത്. അപ്പൊ ഈ 2ാമത്തെ ആയത്തില് ഒരു കുറച്ച് ഭാഗം മുതൽ അങ്ങോട്ട് എന്തുണ്ട്, കുറച്ച് ദുആകൾ വരുന്നുണ്ട്. അതിനു മുമ്പായിട്ട് ഇതിനെ കുറിച്ച് പറഞ്ഞ മറ്റ് ഫളായിലാണ്, അഥവാ ആരെങ്കിലും രാത്രിയിൽ ഈ 2 ആയത്തുകൾ ഓതിയാൽ എന്താണ് പറഞ്ഞത്, കഫത, അവന് അത് മതിയായതാണെന്നാണ്. അഥവാ അവിടെ എന്താണ് അതുകൊണ്ട് അത് മതിയായതാണെന്ന് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ പറഞ്ഞാല് എല്ലാം അതിൽ വന്നു. കഫത്താഹു, അവൻ അത് മതിയായതാണെന്ന് പറഞ്ഞാൽ അവന് രാത്രിയിലുള്ള സംരക്ഷണം അതുകൊണ്ട് ഉണ്ടാവും, രാത്രി ദീർഘമായി നിസ്കരിച്ചവന്റെ പ്രതിഫലം അത് ലഭിക്കും. അങ്ങനെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എന്താണ് ഈ 2 ആയത്തുകളിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, അല്ലാഹു തആല ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ 2000 വർഷം മുമ്പ് ഒരു രേഖ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അതിൽ നിന്നാണ് 2 ആയത്തുകൾ അഥവാ അവതരിപ്പിച്ചത്. അതുകൊണ്ട് സൂറത്തുൽ ബഖറയെ അവസാനിപ്പിച്ചു, അഥവാ സൂറത്തുൽ ബഖറയുടെ അവസാനത്തിൽ ഈ 2 ആയത്തുകൾ അതിൽ നിന്നും ഇറക്കിയതാണെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയണത്, ഏതെങ്കിലും ഒരു വീട്ടിൽ തുടർച്ചയായി 3 ദിവസം ഈ 2 ആയത്തുകൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അവിടെ പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവില്ല, അഥവാ അവരെന്താണ്, പിശാച് ആ വീടിനോട് അടുക്കുക പോലും ഇല്ല എന്ന് എന്തുണ്ട് ഈ 2 ആയത്തുകളുടെ പ്രത്യേകതയായിട്ട് പറയുന്നു. നമുക്ക് ആ ആയത്തുകളെ ഒന്ന് നോക്കാം, അതുപോലെ തന്നെ അതിന്റെ ആശയത്തിലേക്കും കടക്കാം ഇൻഷാ അല്ലാഹ്. എന്താണ് ആയത്ത് വരുന്നത്, അഥവാ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്നുള്ള ആയത്തിന്റെ അവസാന ഭാഗമാണ്. ഈ ആയത്ത് അവതരിക്കുന്നതിന്റെ അവതരണ പശ്ചാത്തലവും അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും ഇപ്പൊ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രാർത്ഥനയിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ് ബിഇസ്നില്ലാഹ്. റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീന ഔ അഖ്തഅന. എന്താണ് റബ്ബന എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്, ഞങ്ങളുടെ റബ്ബേ, റബ്ബന ലാ തുആഖിദ്ന, ഞങ്ങളെ നീ എന്താക്കരുത്, പിടിക്കരുത്, അല്ലെങ്കിൽ ഞങ്ങളെ അതില് പെടുത്തരുത്, അല്ലെങ്കിൽ ഞങ്ങളെ പിടിക്കരുത് എന്ന് തന്നെയാണ് അവിടെ വരുന്നത്. ഇന്നസീന, അഥവാ ഞങ്ങള് മറന്നുകൊണ്ട് ചെയ്യുന്ന കാര്യത്തിൽ, അതല്ലെങ്കിൽ ഔ അഖ്തഅന, അഥവാ ഞങ്ങള് അബദ്ധവശാല് ഞങ്ങളടുത്തുനിന്ന് അറിയാതെ ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെ നീ എന്താക്കരുത്, ശിക്ഷിക്കരുതേ, അല്ലെങ്കിൽ ഞങ്ങളെ പിടിക്കരുത്, ആ ഒരു കാരണം കൊണ്ട് ഞങ്ങൾ എന്താക്കരുത്, ശിക്ഷിക്കരുതേ എന്നാണ് പറയുന്നത്. എന്നിട്ട് വീണ്ടും പറയാണ്, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വലാ തഹ്മില അലൈനാ ഇസ്റ, ഇസ്റ എന്ന് പറഞ്ഞാല് ഭാരം, തഹ്മില അലൈന, ഞങ്ങളുടെ മേല് നീ ചുമത്തരുത്. എങ്ങനെയുള്ള ഭാരം, കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിന, മുമ്പുള്ളവരുടെ മേൽ ചുമത്തിയതുപോലെയുള്ള ഭാരം ഞങ്ങളുടെ മേൽ നീ എന്താക്കരുത്, ചുമത്തരുതേ. എന്നിട്ട് വീണ്ടും പറയാണ്, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വലാ തുഹമ്മിൽനാ
വീണ്ടും ഞങ്ങളുടെ മേൽ എന്താക്കരുത്, ചുമത്തരുത്. മാലാ ത്വാഖത ലനാ ബിഹി, അഥവാ ഞങ്ങളുടെ തോക്കത്ത്, നമ്മള് തോക്കത്ത് എന്ന് മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ടല്ലേ, തോക്കത്തില്ല, അതിനുള്ള തോക്കത്തില്ല, അഥവാ ഞങ്ങൾക്ക്, അഥവാ താങ്ങാവുന്നതിലപ്പുറം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കഴിവില്ലാത്തതിന്റെ അതിനേക്കാൾ അപ്പുറം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ. വഅഫു അന്നാ, റബ്ബേ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ. വഗ്ഫിർ ലനാ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണമേ. വർഹംനാ, ഞങ്ങൾക്ക് കാരുണ്യം തരണമേ. അൻത മൗലാന, റബ്ബേ നീയാണ് എന്ത്, ഞങ്ങളുടെ മൗല, അഥവാ ഞങ്ങളുടെ രക്ഷാധികാരി. അതുകൊണ്ട് റബ്ബേ ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, അതുകൊണ്ട് റബ്ബേ നീ ഞങ്ങളെ കാഫിരീങ്ങളായ ആളുകളിൽ നിന്നും രക്ഷിക്കണം. സുബ്ഹാനല്ലാഹ്, കുറഞ്ഞ വാക്കുകളാണ്, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മളൊക്കെ എന്നും ഓതുന്നതാണ്, എന്നും എന്താണ് നമ്മുടെ പാരായണത്തിൽ കൊണ്ടുവരുന്നതാണ്. പക്ഷെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തൊരു കാര്യവും നമ്മൾ അതിന്റെ ആശയം അറിഞ്ഞുകൊണ്ട് അതിലെന്താണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് പറയുമ്പോൾ കിട്ടുന്ന ലളിതത്വം, അതൊന്നും അറിയാതെ രാവിലെയും വൈകുന്നേരം അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ഇത് ചൊല്ലണം, ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലണം, അങ്ങനെ വെറുതെ അതൊരു ചൊല്ലണം എന്നുള്ള രീതിയിൽ ചൊല്ലുന്നതും അതിൽ എന്ത് ഉൾക്കൊള്ളുന്നു എന്ന് അറിഞ്ഞു ചൊല്ലുന്നതും രണ്ട് രീതിയാണ്. ഇപ്പൊ നമ്മള് ഓരോന്നും ഇതിലുള്ള ഓരോ വാക്കുകളും, ഇപ്പൊ ഇവിടെ ഈ ഒരു ആയത്ത് അവതരിക്കാനുള്ള കാരണം തന്നെ പറയുന്നത്, ഇതിന്റെ തൊട്ടു മുമ്പുള്ള ആയത്തില് പറയുന്നുണ്ട് എന്ത്, നിങ്ങളുടെ മനസ്സുകളിൽ നിങ്ങൾക്ക് ഉള്ളത് പോലും എന്താകും, നിങ്ങളെ ശിക്ഷിക്കും, അല്ലെങ്കിൽ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ശിക്ഷ ഉണ്ടാകും എന്നുള്ള രീതിയിൽ ഒരു ആയത്ത് അവതരിച്ചപ്പോൾ സഹാബാക്കള് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് മുട്ടുകുത്തിയിട്ട്, അഥവാ മുട്ടുകുത്തി എന്ന് പറയുമ്പോൾ അത്രയും അവര് ദയനീയ അവസ്ഥയിൽ, അല്ലെങ്കിൽ അത്രയും അവർ ടെൻഷനായിട്ട് വന്നിട്ട് പറയാണെന്ത്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, ഞങ്ങള് ഇതുവരെ നമ്മളോട് പറഞ്ഞതൊക്കെ ഞങ്ങൾ കേൾക്കാം, പക്ഷെ ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യം സുബ്ഹാനല്ലാഹ് ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ മനസ്സിലുള്ള കാര്യം, നമ്മുടെ മനസ്സിൽ പലതും നമ്മൾ ചിന്തിക്കാം അല്ലെ, അത് ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം, ചിലപ്പം ഹലാലായ കാര്യങ്ങളായിരിക്കാം, മനസ്സിന്റെ ഉള്ളിൽ പല ചിന്തകളും വരും, അത് നമ്മുടെ കൺട്രോളിലല്ല. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും എന്ന് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മറുപടിയും, അഥവാ നിങ്ങൾ മുൻപുള്ളവരെ പോലെ അവര് സമഅന വ അസൈന എന്ന് പറഞ്ഞ പോലെ നിങ്ങളും അങ്ങനെയാണോ, നിങ്ങൾ പറയണം സമഅന വ അതഅന, ഞങ്ങൾ കേട്ടു, ഞങ്ങളത് പിൻപറ്റും എന്നിങ്ങനെ പറഞ്ഞ് ആ സംഭാഷണങ്ങളും അതിനെ കുറിച്ചുള്ള അവതരണ പശ്ചാത്തലത്തിൽ അങ്ങനെ വന്നിട്ട് അല്ലാഹു തആല എന്താണ്, ഞങ്ങള് ആ ഒരു ആയത്തിനെ നസ്ഖ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആയത്ത് അവതരിച്ചത് എന്ന് പറയുന്നുണ്ട്. അഥവാ ആ ഒരു നിയമം അവിടെ ഒഴിവാക്കുകയും, അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ശിക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ അഥവാ നമ്മൾ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ അറിവില്ലായ്മ കാരണം, മറന്നുകൊണ്ട് എന്ന് പറയുമ്പം ചിലപ്പോൾ നമ്മുടെ റബ്ബിന്റെ ശിക്ഷയെ മറന്നുകൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു തെറ്റിന്റെ ഗൗരവം മറന്നുകൊണ്ടാവും. എന്ത് തന്നെയായാലും ആ ഒരു കാര്യത്തിൽ എന്നെ റബ്ബെ നീ ശിക്ഷിക്കരുത്. അതുപോലെ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിനാ. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമുക്ക് ഇന്ന് എന്താണ്, നമുക്ക് റബ്ബിനോട് തൗബ ചെയ്താൽ മതി, റബ്ബിലേക്ക് മടങ്ങിയാൽ മതി, ദുആ ചെയ്ത് ആത്മാർത്ഥമായി തൗബ ചെയ്താൽ നമ്മുടെ തൗബ അവിടെ എന്തായി പൂർത്തിയായി. എന്നാൽ മുൻഗാമികളായ ആളുകൾക്ക് അവർക്കുള്ള ഓരോ കാര്യത്തിലുള്ളയും റൂളിങ്സ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്, നമ്മളെ പോലെയല്ല. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുള്ള ജനങ്ങളുടെ തൗബ എന്ന് പറഞ്ഞാല് അവർക്ക് എന്താണ്, അവരെ തന്നെ കൊല്ല എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അത് വ്യത്യസ്തമായ രീതിയിൽ, പല രീതിയിൽ വന്നിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാല് അവരെ തന്നെ കൊല്ല എന്നുള്ള രീതിയിൽ അവർക്ക് ആ ഒരു ശിക്ഷ വന്നപ്പോൾ അവര് ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്തെന്നാ പറഞ്ഞത്, പരസ്പരം ഓരോരുത്തരും കൊല്ലാണ് ചെയ്തതെന്ന് പറഞ്ഞത്. കാരണം ചിലപ്പം വാപ്പ മകനെ ആയിരിക്കാം, അല്ലെങ്കിൽ മകൻ വാപ്പയായിരിക്കാം, ആരെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. അപ്പൊ അത് കണ്ടുകൊണ്ട് ചിലപ്പോൾ ചെയ്യാൻ പ്രയാസമുള്ളത് കൊണ്ട്, പക്ഷെ അങ്ങനെയാണ് അവരുടെ തൗബ വരുന്നത്. അപ്പം ഇന്ന് നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്തില്ല അതുപോലെ ഒരു ഭാരം ഒന്നിനുമില്ല, അല്ലെങ്കിൽ നമുക്ക് ചെറിയ അമലിന് വലിയ പ്രതിഫലം. സുബ്ഹാനല്ലാഹ് അല്ലെ, ഓരോ കാര്യങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പം നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലുക, ഉറങ്ങുന്നതിന് മുമ്പ് ഈ ദിക്റുകൾ ചൊല്ലിക്കടന്നാല് അവന് സ്വർഗം ഉറപ്പാണ്, സ്വർഗത്തിൽ എന്തായാലും പ്രവേശിക്കും. എല്ലാ നിസ്കാരത്തിന് ശേഷം ആയത്തിൽ കുർസി ഓതിയാൽ സ്വർഗം ഉറപ്പാണ്. അങ്ങനെ സ്വർഗം കിട്ടുന്ന കാര്യങ്ങളായിക്കോട്ടെ, നമുക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളും വളരെ ചെറുതായിരിക്കും, പക്ഷെ നമുക്കുള്ള പ്രതിഫലം എന്താണ്, അത് കണക്കില്ലാത്തതാണ്. അപ്പൊ
മുന്നേ ഉള്ളവർക്ക് അനുഭവിച്ച പോലത്തെ ഭാരം ഞങ്ങളെ ഏൽപ്പിക്കരുതേ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്ന് അത് ഇല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമുക്ക് ഇന്ന് ഓരോ അമലുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഭാരമാണ്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. അപ്പൊ അതും നമുക്ക് ഉണ്ടാവരുതേ റബ്ബേ, എളുപ്പമാക്കി തരണേന്ന് ചോദിക്കുന്ന രീതിയിലാണ് അവിടെ വരുന്നത്. പിന്നെ പറയണത് റബ്ബന വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ. അവിടെ എല്ലാം വന്നു. സുബ്ഹാനല്ലാഹ്. അഥവാ നമ്മള് ഓരോരുത്തരുടെയും ഓരോ താക്കത്താണ് അല്ലെ, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഒരാൾക്ക് കഴിയുന്നത്ര മറ്റൊരാൾക്ക് കഴിയണമെന്നില്ല. അത് എന്തായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, പ്രയാസങ്ങളായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും അത് ഓരോരുത്തരുടേതും ഓരോ രീതിയിലാണ്. അപ്പൊ നമുക്ക് എന്റെ കഴിവിൽപ്പെട്ടതല്ലാതെ എന്റെ മേൽ ചുമത്തല്ലേ എന്ന് നമ്മൾ ആരോടാണ് പറയുന്നത്? റബ്ബിനോട് പറയുന്നത്. എന്നിട്ട് പറയുന്ന 3 കാര്യങ്ങൾ. റബ്ബേ, നീ എനിക്ക് മാപ്പ് നൽകണം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇനി എന്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇനി എനിക്ക് താങ്ങാവുന്നത് തന്നിട്ടും എന്റെ അടുത്തുനിന്ന് വന്നു, എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല, എനിക്ക് പുറത്തു തരണേ. എന്റെ പാവങ്ങളൊക്കെ നീ എനിക്ക് കഴുകി തരണമേ. വെറും ആഫിയത്തും അല്ലെങ്കിൽ അഫും മഗ്ഫിറത്തും മാത്രം കിട്ടിയാ പോരാ, എന്തുകൂടെ വേണം? റബ്ബിന്റെ കാരുണ്യം കൂടെ വേണം. വർഹംന. എന്നിട്ട് അതിന്റെ ഒരു രീതി മാറ്റാണ്, ആ ഒരു ഓർഡറിൽ പോയിട്ട് പെട്ടെന്ന് മാറ്റാണത് അൻത മൗലാന. അത് അല്ലാഹു തആലയുടെ ഒരു രീതിയാണ്. അഥവാ നമ്മൾ ഒരേ ഫ്ലോയിൽ അങ്ങനെ പോകുമ്പോൾ എന്താവും? അത് നമുക്കൊരു ശീലാവും. അപ്പൊ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ എന്താണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം, നമ്മൾ അല്ലാഹു തആല ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞിട്ട് പെട്ടെന്നാണ് അതിന്റെ ഫ്ലോ മാറ്റുന്നത്. എന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നേരെ അള്ളാന്റെ അടുത്തേക്ക് നമ്മൾ സംസാരിക്കാണ്. റബ്ബേ, നിന്റെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുള്ളൂ എന്ന് നമ്മൾ അള്ളാഹിനോട് സംസാരിക്കുന്ന രീതിയിൽ. അഥവാ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരേ ഫ്ലോയിൽ അങ്ങനെ പോകുമ്പോൾ എന്താ, നമ്മൾ അത് അങ്ങനെ ഈ ഒരു ഫ്ലോയിൽ പോകും. പകരം നമ്മൾ അവിടെ ആ ഒരു രീതി മാറുമ്പോൾ നമ്മൾ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നമ്മളൊന്ന് ചിന്തിക്കും, റബ്ബിനോട് സംസാരിക്കാൻ. എന്നാ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ എന്താണ്? നമ്മളങ്ങനെ അതെന്ത് ഫ്ലോ മാറാണെങ്കിലും എന്ത് ഓർഡർ മാറാണെങ്കിലും നമ്മളങ്ങനെ പോണുണ്ട്. അവിടെ എന്താണ് പറയുന്നത്, ആരോടാണ് പറയുന്നത്, ഏത് രീതിയിലാണ് പറയുന്നത് എന്നൊന്നും നമുക്ക് ഇന്ന് ചിന്തിക്കാൻ സമയമില്ല. നമുക്കിന്ന് ഒന്നിനും സമയമില്ല. ഭയങ്കര തിരക്കാണ്, എല്ലാത്തിനും ബിസിയാണ്. ഖുർആൻ ഓതുന്നുണ്ട്, ഖത്തമ് പൂർത്തിയാക്കുന്നുണ്ട്. സഹാബാക്കള് അല്ലെങ്കിൽ താബിഈങ്ങള് അല്ലെങ്കിൽ ഇപ്പോൾ മുൻകാലത്തെ സലഫ് സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാര് റമദാനായാല് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഖുർആൻ പാരായണത്തിലേക്ക് കടക്കുമെന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പല പണ്ഡിതന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മളും എന്താക്കുന്നുണ്ട്? ഒരുപാട് ഖത്തമ് പൂർത്തിയാക്കുന്നുണ്ട്. ചിലപ്പോ ഇന്നത്തേക്ക് ചിലപ്പോൾ 1, 2, 3 ഖത്തമ് പൂർത്തിയായവരുണ്ടാവും ഇവിടെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവരുടെ ഖത്തമും നമ്മുടെ ഖത്തമും ടോട്ടലി ഡിഫറെന്റ് ആണ്. കാരണം അവരൊരു ആയത്ത് ഓതുന്നുണ്ടെങ്കിൽ, ഒരു ഭാഗം ഓതുന്നുണ്ടെങ്കിൽ, ഇവിടെ എന്താണ് എന്റെ റബ്ബ് എന്നോട് പറയുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഓതുന്നത്. അതല്ലാതെ നമ്മളെ പോലെ വെറും അക്ഷരങ്ങൾ മാത്രം. അത് ഓതുന്നതിന് അജറുണ്ട്, നമുക്ക് എല്ലാത്തിനും അജറുണ്ട്. ഖുർആനിന്റെ ഓരോ ഭാഗത്തിലും നമുക്ക് എന്തുണ്ട്? അജറുണ്ട്. പക്ഷെ ഖുർആനിന്റെ അവതരണത്തിന്റെ ലക്ഷ്യം എന്തല്ല, അത് മാത്രമല്ല. പക്ഷെ ഇന്ന് ആളുകൾ എന്താക്കാണ്, അതാണ് അതിന്റെ ഒരു ലക്ഷ്യം എന്നുള്ള രീതിയിൽ അതിലേക്ക് മാത്രം ഒതുങ്ങാൻ. നമ്മൾ അതിലേക്ക് മാത്രം ആവരുത്. എന്താണ് റബ്ബ് പറയുന്നത്? നമുക്ക് അറബി ഒന്നും അറിയില്ലെങ്കിലും, നമുക്ക് ഈ ഭാഷയോട് യാതൊരു അറിവില്ലെങ്കിലും, അത് അറിയണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി, അതിന്റെ എന്താ പറയാ, ആ ഒരു ഹിർസോടു കൂടി, ആ ഒരു ആത്മാർത്ഥതയോടു കൂടി നമ്മൾ ഓതി നോക്കുക. ചിലപ്പോ നമ്മൾ പോലും അറിയാതെ അവിടെ എന്താണ് പറയുന്നതെന്ന് നമ്മുടെ മനസ്സിലേക്ക് റബ്ബ് ഇട്ട് തരും. നമ്മൾ പറയണം മൗലാന റബ്ബേ, നീയാണ് ഞങ്ങളുടെ മൗല, നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. എന്നിട്ട് പറയണം എന്താ റബ്ബേ, അഥവാ അള്ളാനെ മൗലയായി മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ പറയണം ഇന്ന് ഈ കാഫിരീങ്ങളായ ആളുകൾ അത് പല രീതിയിലും എന്താവുന്നുണ്ട്, നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് അല്ലെ, നമ്മുടെ മക്കളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പം ആ എല്ലാ കാര്യത്തിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. ഓരോ കാര്യങ്ങളും ഓരോ റബ്ബന എന്ന് റബ്ബിനെ വിളിക്കുമ്പോൾ, ഈ ഒരു ദുആല് തുടക്കത്തിൽ മാത്രം റബ്ബന എന്ന് പറഞ്ഞിട്ട് മൊത്തം പറയുകയാണെങ്കിൽ എന്താണ്, ദുആ ശരിയാണ്. പക്ഷെ ഓരോ കാര്യം പറയുമ്പോൾ വീണ്ടും വീണ്ടും റബ്ബന റബ്ബന, ഞങ്ങളുടെ റബ്ബേ ഞങ്ങളുടെ റബ്ബേ എന്ന് വിളിച്ചുകൊണ്ട് പറയണമെങ്കിൽ അതിന്റെ പ്രാധാന്യം,
ആ റബ്ബുമായിട്ട് നമ്മൾ എത്രത്തോളം അടുക്കണം എന്നുള്ളത് ആണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കി തരുന്നത്. അല്ലാഹു തആല പറഞ്ഞതിനേക്കാളും കേട്ടതിനേക്കാളും നമ്മുടെ അമലിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്നുകൂടെ ദുആ വായിക്കാം. നമുക്കറിയാം നമ്മൾ എന്നും ഒരു എന്താ പറയാ ഒരു ഫ്ലോയില് അല്ലെങ്കിൽ ഒരു പാരായണത്തിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു പോലെയാണ് ഈ ഒരു ഭാഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഖുർആൻ നമ്മുടെ നിസ്കാരത്തിലും നമുക്ക് ഖിയാമിലും നമുക്ക് ചൊല്ലാം. നമുക്ക് ഖിയാമിലും ചൊല്ലാം, അതുപോലെ തന്നെ നമുക്ക് ദുആ ആയിട്ട് മറ്റു സന്ദർഭങ്ങളിലും ചൊല്ലാം. സുബ്ഹാനല്ലാഹ്, അത്രയും എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ഫളായിലുകളുള്ള 2 ആയത്തുകളിൽ വരുന്ന ദുആയാണ്. ആ ആയത്തുകൾ തന്നെ പൂർണ്ണമായിട്ട് നമ്മൾ ഓതാ, അതിനാണ് ആയ ശ്രേഷ്ഠത പറഞ്ഞത്. എന്നാൽ നമുക്ക് ദുആ ആയിട്ട് ഈ ഭാഗങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്താണ് വരുന്നത്? റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. അല്ലാഹു തആല ഇനിയുള്ള ഓരോ നിമിഷങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞ റമദാനിനേക്കാൾ ഏറ്റവും നല്ല രീതിയിൽ ഈ റമദാനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് നൽകട്ടെ. നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കുക, നമ്മൾ ഓരോ റമദാൻ വരുമ്പോഴും ഈ റമദാൻ മുതൽ ഞാൻ ഉഷാറാകും, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും എന്നുള്ള തീരുമാനം എടുക്കേണ്ടി വരുന്നവരാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ മാറിയിട്ടില്ല. നമ്മുടെ റമദാനുകൾ നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ വെറും റമദാനികളാണായിട്ടുള്ളൂ, നമ്മൾ റബ്ബാനികളാണ് വേണ്ടത്. അഥവാ ഓരോ റമദാനിൽ മാത്രം നമ്മൾ മാറുന്നു, അടുത്ത റമദാൻ ആകുമ്പോൾ വീണ്ടും നമ്മൾ ആ പുതിയത് മുതൽ തുടങ്ങേണ്ടി വരുന്നു. അങ്ങനെ ആവരുത്. ഒരു റമദാനിൽ നമ്മൾ മാറിക്കഴിഞ്ഞാൽ അടുത്ത റമദാനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനെ ഒന്നുകൂടെ മെച്ചപ്പെടുത്താം. അല്ലാതെ കഴിഞ്ഞ റമദാനിൽ എന്താണോ മാറ്റങ്ങൾ കൊണ്ടുവന്നത് അത് ഈ റമദാനിലും വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കല്ല നമ്മൾ വേണ്ടത്. നമ്മൾ നമ്മുടെ ലൈഫിനെ വീണ്ടും വീണ്ടും ഇംപ്രൂവ് ചെയ്യുക എന്നല്ലാതെ ഓരോ റമദാനും ഒരു തുടക്കമാവുന്ന അവസ്ഥയിലൊക്കെ ആവരുത്. അല്ലാഹു തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഏറ്റവും നല്ല രീതിയിൽ റമദാൻ ഉപയോഗപ്പെടുത്താൻ. റമദാൻ ലഭിച്ചിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവൻ അവന് നാശം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല നമ്മളെ ആ കൂട്ടത്തിൽ നിന്നും, അഥവാ പാവങ്ങൾ പൊറുക്കപ്പെടാത്തവരിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. പാവങ്ങൾ പൊറുക്കപ്പെടുന്നത് നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖൗലി ഹാദാ استغفر الله لي ولكم ولجميع المسلمين واستغفروه انه الغفور الرحيم. سبحانك اللهم وبحمدك نشهد ان لا اله الا انت نستغفرك ونتوب اليك. السلام عليكم ورحمة الله وبركاته.